കൂട്ടുകാർക്ക് നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളെ നമ്മൾ കാണാൻ പോകുന്ന നമ്മളെ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെയാണ്, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നാളത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കണ്ടു നയനെ ആദർശം അവസാനം ഹണിമൂൺ ട്രിപ്പ് പോവാണ്. കുറെ കാലത്തെ അവരുടെ ആഗ്രഹമായിരുന്നു ഹണിമൂൺ ട്രിപ്പ് എന്ന് പറഞ്ഞാല്. കുറെ നാളായിട്ട് അതിനു വേണ്ടി ഓരോ ദിവസങ്ങൾ ആദർശം നോക്കിയിരുന്ന, പക്ഷേങ്കിൽ അതൊക്കെ ദേവേനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് തട്ടി മാറ്റുമായിരുന്നു. അങ്ങനെ അവരെ യാത്ര പോയി കഴിയുമ്പോഴത്തേനും എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ദേവേനിക്ക്. പഴയ ദേവേനയാണെങ്കിൽ അവരെ വിടാതിരിക്കാൻ ശ്രമിക്കുള്ളൂ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, നയനയാണ് തനിക്ക് ജീവൻ പകർത്ത് നൽകിയത് എന്നൊരു ചിന്ത മനസ്സിലുള്ളതുകൊണ്ട് ദേവേനി ഇപ്പൊ പൊന്നു പോലെയാണ് നോക്കുന്നത്. നയനയോട് ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി പിന്നീട് നയനെ ആദർശം പോയി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എങ്ങനെയാവും, വഴിക്ക് വല്ല ആപത്തും ഉണ്ടാവോ, ഒരാപത്തും ഉണ്ടാതെ എത്തിക്കണേന്നും പറഞ്ഞോണ്ട് മനസ്സിൽ പറഞ്ഞോണ്ട് അകത്തേക്ക് കയറി വന്നു കഴിയുമ്പോഴത്തേനും ജാനകി എന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്ത് ഭാവിച്ച ഏട്ടത്തിന്ന് ചോദിക്കുകയാണ്. അല്ല കാര്യം എന്താ, അല്ല ഏട്ടത്തിക്ക് ഒന്നും അറിയത്തില്ല, ഏട്ടത്തി എന്താ ഇപ്പൊ ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി പെട്ടെന്ന് പറഞ്ഞു, എന്താ കാര്യം എന്താന്ന് ചോദിക്കും. ഓഹോ, അപ്പൊ എല്ലാ ഇടത്തെയും കൂടെ അറിഞ്ഞിട്ട് ഒത്തോണ്ടുള്ള കളിയല്ലേന്ന് ചോദിക്കും. അല്ല ഇപ്പൊ അവരെ എന്തിനാ പുറത്തു വിട്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പം ദേവേനി പറഞ്ഞു, അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കുന്നേ, അവര് പോയെന്ന് ഓർത്തോണ്ട് പ്രത്യേകിച്ച് എന്താ സംഭവിക്കാതിരിക്കുന്നേ. കാരണം കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമേ അവരിതിനായിട്ടും പുറത്തൊന്നും പോയിട്ടില്ല. അത് മാത്രമല്ല ആദർശിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നത്, അത് പോയിട്ട് വരട്ടെ. ഇനിയിപ്പൊ ഞാനായിട്ട് അവനെ തടഞ്ഞു വെച്ചെന്ന് പറഞ്ഞിട്ട് അവന്റെ ഭാര്യ പണങ്ങി പോകേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ എന്തിനാ ഞാന് ആദർശിന്റെ എന്റെ ഈ കുടുംബത്തിന് മൊത്തം സമാധാനം കളയേണ്ട കാര്യമുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ദേവേനി പതുക്കെ നൈസിൽ അങ്ങോട്ട് കാലു വരുവാണ്. പക്ഷേങ്കില് ജലജയ്ക്കും അനാമികയ്ക്കും ഇതൊന്നും അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലല്ലോ ഇങ്ങനെ ഒരു ട്രിപ്പിനെ കുറിച്ച്. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയല്ല. അല്ലെങ്കിൽ തന്നെ നയനെ ദേവേനി എന്നല്ല ആദർശം സ്നേഹിക്കുന്ന പോലും അവർക്കാർക്കും ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. പക്ഷെ ദേവേനി ഭയങ്കര സന്തോഷത്തിലേക്ക് മുറിയിലേക്ക് എഴുന്നേ. അപ്പോഴേക്കും ജയന് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ജയൻ ചോദിച്ചു, അല്ല നീ നേരത്തെ എഴുന്നേറ്റോ ദേവേനി ചോദിക്കുക. ഇത് കേട്ടെന്ന് ദേവേനി പറഞ്ഞു, നേരത്തെ എഴുന്നേറ്റു. ആദർശും നയനയും കൂടെ ടൂർ പോയിക്കുന്ന പറയണ. ടൂർ പോയോ എങ്ങോട്ട്? അല്ല അവര് പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. അപ്പൊ അവര് വെളുപ്പിനെ തന്നെ പോയെന്ന് പറഞ്ഞു. ഞാനാ പറഞ്ഞിച്ച് നേരത്തെ പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ ജേട്ടനെ വെറുതെ വിളിച്ചുണർത്തി ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ പറയായിരുന്നേന്ന് പറയണം. ആഹാ, ഭയങ്കര സന്തോഷമായി ജയന്. ദേവേനിയിൽ ഇത്ര മാറ്റം പ്രതീക്ഷിച്ചില്ല. അല്ല എന്ത് പറ്റി ദേവേനി, നിനക്കിത് പതിവുള്ളതല്ലോ. അവരെ പറഞ്ഞുകൂടാൻ കാരണം എന്താന്ന് നിൽക്കും. ഓ അത് പിന്നെ ഞാൻ നയനെ ഉദ്ദേശമൊന്നും അല്ല, ആദർശിന്റെ സന്തോഷം അതാണ് എനിക്ക് വലുത്. കാരണം എന്റെ മോന് സന്തോഷം ഉണ്ടാകുന്ന എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാനായിട്ട് ഞാൻ ഒരുക്കുക. ആ ഒറ്റ കാരണം കൊണ്ട് മാത്രം അവരെ പറഞ്ഞു വിട്ടെ, അല്ലെങ്കിൽ ഒരു കാരണവശാലും ഞാൻ പറഞ്ഞു വിടില്ലായിരുന്നു പറയാം. ഓ അതുകൊണ്ടല്ലേ, അല്ല നിനക്ക് സന്തോഷമില്ലല്ലേ അവര് പോകുന്നോണ്ട്? നിന്റെ മരുമോളല്ലേ, നിന്റെ മോനും അല്ലേ നിൽക്കും. അതൊക്കെ ശരി തന്നെ. പക്ഷെ എങ്കില് ജയനറിയാലോ എനിക്ക് അവളെ അങ്ങോട്ട് സ്നേഹിക്കാതിരായിട്ടും പറ്റിയിട്ടില്ലെന്ന് പറയാ. ഇനിയിപ്പൊ എപ്പോഴേലും പറ്റുമോന്ന് അറിയില്ല. ജയൻ പറഞ്ഞു, അതെ നമുക്ക് സന്തോഷമുണ്ടല്ലോ, നമ്മൾ രണ്ടുപേരും അതേപോലെ തന്നെയല്ലേ ഇപ്പൊ അവരും. നീ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അല്ല അവരുടെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കാരണം ഈ പ്രായം കഴിഞ്ഞാലേ നമ്മൾ ഇങ്ങോട്ട് വന്നേ. അവരുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ ഒരിക്കലും വിലങ്ങതടിയായിട്ട് നിൽക്കരുത് ദേവേനി എന്ന് പറയാം. ഇപ്പൊ ആര് നിന്നു? ഞാൻ ആദർശന് ഇഷ്ടം സാധിച്ചു കൊടുത്തില്ല എന്ന് പറയാം. ഇനി ഈ ഇഷ്ടം മാത്രമല്ല, അവൻ എന്താ ആഗ്രഹം ഉണ്ടെങ്കിലും അതങ്ങോട്ട് സാധിച്ചു കൊടുത്തേക്കണം. നമ്മുടെ മോൻ അങ്ങനെ വേറൊരു വഴിവിട്ട ബന്ധത്തിനൊന്നും പോകത്തില്ല എന്നുള്ള കാര്യം അറിയാവുന്നതല്ലേ, പിന്നെ എന്താ കുഴപ്പമിരിക്കണേ. ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, ഞാനായിട്ട് ഇനിയിപ്പോ ഒരു കാര്യത്തിന് ഒരു തടസ്സവും പറയുന്നില്ല. അവരായി അവരുടെ പാടായി, എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നൊക്കെ ദേവേന് ഒരു ഒഴുക്കം വട്ടി പറയണം. ജയൻ പറഞ്ഞു, ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയില്ലോ എന്ന് പറയാം. അത് പിന്നെ അന്ന് മലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടല്ലോ അവര് ഹണിമൂൺ ട്രിപ്പ് പോകുന്ന സമയത്ത്. അപ്പൊ പോകാനായിട്ട് തീരുമാനിച്ചപ്പോ തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഇനിയിപ്പൊ ഞാനായിട്ട് ഇനിയിപ്പൊ അതിന്റെ വിഘ്നങ്ങളൊന്നും വരുത്തണ്ട എന്ന് കരുതിയാന്ന് പറയണം. ജയന് മനസ്സിലായി ദേവേനിക്ക് നല്ല മാറ്റമുണ്ട്, അല്ലെങ്കിൽ ദേവേനി ഒരു കാരണവശാലും ഇങ്ങനെ വിട്ടതല്ല. ഒരു പക്ഷെ ഇനിയിപ്പോ ഡോക്ടർ പറഞ്ഞാൽ സർജറി ഒക്കെ കഴിഞ്ഞതിന്റെ ആണോന്ന് അറിയത്തില്ല. ഒരു ജീവൻ മരണ പോരാട്ടം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുവാണല്ലോ. അപ്പൊ അതിന്റെ മാറ്റമാണോന്നൊന്നും അറിയത്തില്ല. ചിലപ്പോ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ജയൻ ഇങ്ങനെ മനസ്സിൽ ആശ്വസിക്കുന്നുണ്ട്. എന്നാലും എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് ആദർശം നയനയും കൂടെ പോവാണ്. പോയി അവര് എല്ലാ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട്. കണ്ട് അവസാനം വൈകുന്നേരം ഹോട്ടലിലേക്ക് പോകുന്നത്. എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അവർക്ക്. മനസ്സ് നിറയെ സന്തോഷമാണ്. കാരണം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളല്ലേ, ഇങ്ങനെ ഒരു അവസരം വീണ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ പലൊരു സന്തോഷം വേറെയില്ല. പിന്നീട്
നയനയോട് ആദർശ് പറഞ്ഞു, എന്നാലും ഇത്ര പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഒരു പോക്ക് പോകുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ലെന്ന് പറയും. നയന പറഞ്ഞു, ഞാനും അതുപോലൊക്കെ തന്നെയാ, ആഗ്രഹം ഉണ്ടായിരുന്നു ആദർശനോട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പോണമെന്ന്. പക്ഷെ ആ സമയത്ത് അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ട് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഈ സമയത്ത് നമ്മൾ പോരുന്ന സമയത്ത് അമ്മയുടെ കണ്ണീര് കണ്ടപ്പോ മനസ്സിനെന്തോ ഒരു വല്ലാത്തൊരു വിഷമം തോന്നിയെന്ന് പറയാം. ഓ അതാണോ, അത് നീ കാര്യമായിട്ടൊന്നും എടുക്കണ്ടെന്ന് പറയാം. എനിക്കറിയാം ആദർശേട്ടാ, പക്ഷെ എന്തോ മനസ്സിലെന്നാലും ഒരു വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ ഹോട്ടലിലേക്ക് പോകണം. ആദർശ് പറഞ്ഞു, ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല നിന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു ജീവിതം ഉണ്ടാവുന്ന. പക്ഷെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എനിക്ക് നിന്നോട് വിദ്വേഷമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇത്രയും കാലമായിട്ടും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കായിരുന്നേ എന്ന് പറയണം. പിന്നീട് അവർ ചെന്ന് റൂമൊക്കെ എടുത്ത് മുറിയിലേക്ക് ചെല്ലുവാണ്. നയന കുളിയെല്ലാം കഴിഞ്ഞ് വരുവാണ്. ആദർശ് നയനെ എടുത്തിരിക്കുകയാണ്. അപ്പൊ ബെഡൊക്കെ നിറച്ച് മുല്ലപ്പൂവൊക്കെ വിതിരിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നയന വിളിച്ചു, ഇതെന്താ ആദർശേട്ടേത്? അത് പിന്നെ ഇന്നല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആദ്യരാത്രി എന്ന് ചോദിക്കുക. ആദ്യരാത്രിയോ? എത്ര രാത്രി കഴിഞ്ഞു പോയിക്കുന്ന കല്യാണം കഴിഞ്ഞിട്ട്? അങ്ങനെയല്ല, കല്യാണം കഴിഞ്ഞാൽ ഇന്ന് വരെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ലോ, ഞാൻ അതാ ഉദ്ദേശിച്ചെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ നയനക്ക് എന്തോ ഒരു വല്ലാത്ത നാണമൊക്കെ ഒന്ന്. ഈ ആദർശന്റെ ഒരു കാര്യം എന്നൊക്കെ പറയണം. അതെ, നാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. ഇത്രയും നാളായല്ലേ കല്യാണം കഴിഞ്ഞിട്ട്, പിന്നെ എന്തിനാ നാണിക്കണേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആദർശ് നയനെ കെട്ടിപ്പിടിക്കുകയാണ്. നയനയ്ക്കും എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. അങ്ങനെ അവരുടെ ആദ്യരാത്രിയിലേക്ക് അവർ കിടക്കുകയാണ്. ആ സമയം വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അനാമിക. അനാമികയ്ക്കാണെങ്കിൽ സങ്കടമാണോ ദേഷ്യമാണോ എന്തിനാണ് നടത്തില്ല. നേരെ രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ആ സമയത്ത് അനാമിയുടെ കോള് കണ്ടപ്പോൾ രേവതി ചോദിച്ചു, എന്താ മോളെ, എന്താ കാര്യം എന്ന് ചോദിക്കാം. എനിക്കിവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് വിളിച്ചാന്ന് പറയാ. അല്ല ഇപ്പൊ പുതിയ പ്രശ്നം എന്താന്ന് ചോദിക്കും. ദേ ആ നയനെ ആദർശം കൂടെ ട്രിപ്പ് പോയേക്കെന്ന് പറയണേ. ട്രിപ്പ് പോകാനായിട്ടാ? അതെ. അല്ല മോളെ എങ്ങോട്ടാ? എങ്ങോട്ടാന്നും എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല എന്ന് പറയണം. മൂന്നാറിലേക്കെന്നൊക്കെ പറയുന്ന കേട്ടു. പറയാൻ പറ്റില്ല. ഇനിയിപ്പൊ ചെന്നിട്ട് മൂന്നാറാണോ എങ്ങോട്ടാ പോണേന്ന് പറയാൻ പറ്റില്ല. ഇത്രയും നാളും ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ ഉള്ള സമാധാനം കൂടെ പോയി കിട്ടി. അല്ല അതിനൊക്കെ അവർ സമ്മതിച്ചോന്ന് ചോദിക്കുക. ആ ദേവേനി, അമ്മ സമ്മതിച്ചിട്ടുണ്ട്. അമ്മ സമ്മതിച്ചിട്ടാ പോയിരിക്കുന്നേ. അമ്മ അതിന് കാരണം പറഞ്ഞെന്താണെന്നറിയോ? ആദർശേട്ടന് വിഷമാവുന്നു. ഇനിയിപ്പൊ വിട്ടില്ലെങ്കിൽ, ഇനിയിപ്പൊ നയനെ എങ്ങാനും പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ ആദർശേട്ടന് വിഷമാവെന്നും പറഞ്ഞോണ്ട് അമ്മ പറഞ്ഞു വിട്ടിരിക്കുന്നു പറയാം. എന്നാലും ഇത് കുറച്ച് കടന്നു കഴിയേ പോളെ. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് അനിയോട് ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ മേലായിരുന്നു. എന്ത് ട്രിപ്പ് പോകുന്നതിനെ കുറിച്ചാ? നല്ല കഥയായി. അവനോടൊന്ന് സംസാരിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ മനുഷ്യനെ കടിച്ചു തിന്നാനായിട്ട് ഇങ്ങോട്ട് വരിക. ഇനിയല്ലേ അവൻ്റെ കൂടെ ഞാൻ ട്രിപ്പ് പോകുന്നേ. എന്റെ മോളെ ഇങ്ങനെയൊക്കെ ഒന്ന് പോണം, എന്നല്ലേ നിങ്ങൾ തമ്മിൽ അടുക്കുള്ളൂ. എപ്പോഴും ആ വീട്ടിൽ തന്നെ ഇങ്ങനെ മുഷിഞ്ഞു പിടിച്ചിരിക്കില്ലേ? അവനെയും കൂട്ടി ഒന്ന് പുറത്തേക്ക് ഒന്ന് ടൂറ് പോകും, എങ്കിലേ നിങ്ങളുടെ രണ്ട് കൂടുതൽ അടുപ്പം ഉണ്ടാവുള്ളൂ. അറിയാലോ, മിക്കവാറും ഈ പോക്കും വരവോട് കൂടിയിട്ട് ആ നയനെങ്ങാനും ഗർഭിണിയായിട്ടുണ്ടേ അതോടെ തീർന്നു പ്രശ്നം. അതെ, പിന്നെ അറിയാലോ, അവളായിരിക്കും അവിടുത്തെ മഹാറാണി. ഇപ്പം നവ്യ ഗർഭിണിയായാലും പോലും നയനം ഗർഭിണിയായിട്ടുണ്ടെങ്കിലാണ് പ്രാധാന്യം കൂടുതൽ. ആദർശിന്റെ ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ അറിയാലോ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ നീ ഗർഭിണിയാണോ അത് അവൻ നോക്കിയിട്ടൊരു വഴിയുള്ളെന്ന് പറയണം. അല്ലമ്മേ, അതൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അനിയന്റെ മുഖത്ത് പോലും നോക്കുന്നില്ല, പിന്നെയല്ലേ ഞാൻ ഗർഭിണിയാന്ന് പറയാം. എന്റെ മോളെ, അതൊക്കെ നിന്റെ കഴിവുകേടാന്നാ ഞാൻ പറയത്തുള്ളൂ. നീ വേണം അവനെ വളച്ചെടുക്കാനായിട്ട്. ഇനി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഉപദേശിക്കുകയാണ് അനാമികനെ. അവസാനം അനാമിക പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥ. ഇതേ വെല്ലുമ്മയായിരുന്നു കൂടെ കട്ട് സപ്പോർട്ടുമായിട്ട് നിന്നിരുന്നത്. ഇപ്പൊ വെല്ലുമ്മയ്ക്കാണ് പഴയ മൈൻഡില്ലാത്ത പോലെ തോന്നുന്നത്. മോളെ മുറുക്കെ പിടിച്ചോണം. അറിയാലോ, ഇഷ്ടം പോലെ സ്വത്ത് അവരുടെ ഉള്ള സ്വർണ്ണാഭരണങ്ങൾ കുറെ ഉണ്ട്. നിനക്ക് മുമ്പ് തന്നില്ലേ കുറെ സ്വർണം? അപ്പൊ അതുപോലെ തന്നെ ഇനി ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ നീ വാങ്ങിച്ചെടുക്കാൻ നോക്കണം. എങ്ങനെ ആ നയനെ അവിടെ നിന്ന് അടിച്ചോടിച്ചിട്ട് നീ അതൊക്കെ കൈക്കലാക്കാൻ നോക്കണം. അതൊക്കെ കൈക്കലാക്കി കഴിഞ്ഞ് പിന്നെ നീ ഇങ്ങോട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതുവരെ അവിടെ പിടിച്ചു നിൽക്കണം, അവരുടെ പ്രീതി സമ്പാദിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഉപദേശം തന്നെ കൊടുക്കുകയാണ്. അങ്ങനെ കോള് കട്ട് ചെയ്തപ്പം അനാമയ്ക്ക് ഇച്ചിരി ഒരു ആശ്വാസം തോന്നി. അമ്മയോട് വിളിച്ചിട്ട് വിഷമങ്ങളും വേദനകളും പറഞ്ഞല്ലോ. അത് മാത്രല്ല, ഇനിയിപ്പോ എങ്ങനെയല്ലേ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ. ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അനാമിക മുറിയിലേക്ക് പോണേ. അനാമയെ മുറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനിയോടെ കിടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേനും അനാമിക്ക് ദേഷ്യം വന്നു. ഓരോന്നോരോന്ന് പറഞ്ഞ് അനാമിക ചെന്ന് അനിയെ വീണ്ടും ചൊറിയാനായിട്ട് തുടങ്ങി. എനിക്കാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ അനാമികനെ ഓരോന്ന് പറഞ്ഞ് ഇഷ്ടമില്ല. കാരണം അവസാനം ചെന്ന് നിൽക്കുന്ന നന്ദു വിഷയത്തിലായിരിക്കും ചെന്ന് എത്തി നിൽക്കുന്നത്. കാരണം നാവ് എടുത്തിട്ടുണ്ടെങ്കിൽ അനാമിക നന്ദുവിനോട് നല്ല രീതിയിലുള്ള വർത്താനം പറയത്തില്ല. അതുകൊണ്ട് എനിക്ക് ഒട്ടും അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ലായിരുന്നു. അതിന്റെ പേരില് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥയായിരുന്നു എനിക്ക്. എന്താണെങ്കിലും എനിക്കറിയാം രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തില്ല. ഇവളും താനും കൂടെ ഇനി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്താന്നുള്ള കാര്യം ഇതൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ട് അതിന് മരപ്പുറം ഒഴിഞ്ഞു മാറി നിൽക്കുക. ഇനിയിപ്പം
വലിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷെ അനാമികയുടെ സ്വഭാവമല്ലേ, അനാമി അങ്ങോട്ട് ചൊറിഞ്ഞു കയറി ചുമ്മാ ഒന്ന് വഴക്കുണ്ടാക്കാന്നാണ് അനാമികയുടെ ഏറ്റവും വലിയ സ്വഭാവം. പിന്നീട് പതിവ് പോലെ അന്നും അതുപോലെ തന്നെയായിരുന്നു. അവസാനം എനിക്ക് ദേഷ്യം വന്നിട്ട് അനി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. നീ കിടന്ന് ഉറങ്ങുന്നുണ്ടേ ഉറങ്ങാനും പറഞ്ഞുകൊണ്ട് അനാമിക്കും കട്ടക്കലിപ്പായി. അനാമി അവിടെ കിടക്കുവാണ്. പിന്നീട് എന്താണെങ്കിലും നമ്മൾ കാണിക്കുന്ന ദേവേനി ഭയങ്കര സന്തോഷത്തിലാണ്. ഭയങ്കര സന്തോഷത്തിൽ ജയന്റെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ്. എന്താ ദേവേനി, നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ? അതെ, എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാൻ പോണെന്ന് പറയാ. ഡോക്ടറെ കാണാൻ എന്ത് പറ്റി? അത് പിന്നെ നയനമോൾക്ക് ഛർദിയും കാര്യങ്ങളൊക്കെയാന്ന് പറയണേ. ഛർദിയും കാര്യങ്ങളോ? അതെ, ആദർശ് ഒരു അച്ഛനാകാൻ പോവാന്നാണ് തോന്നല്. നീ എന്തൊക്കെയാ ദേവേനി പറയാ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയണം. അതെ, നമ്മള് മുത്തശ്ശനും മുത്തശ്ശിയാൻ പോവാ. നയനക്ക് ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാനിപ്പം മനസ്സിലാക്കിയ കാര്യമാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ജയൻ ഒരു നിമിഷം അന്താളിച്ചു പോവാണ്. ജയൻ ചോദിച്ച സത്യമാണ് നീ പറഞ്ഞെന്ന് നോക്കിയാ. അതെ, ലക്ഷണങ്ങൾ കണ്ടിട്ട് അവള് പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നേ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോട് ഒരു തുള്ളിച്ചാടുവാണ് ദേവേനി കിടന്ന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാ. അപ്പൊ ഒരു പക്ഷേ ഇനി ദേവേനി സ്വപ്നം കാണുന്ന അറിയത്തില്ല. രാത്രി കിടന്ന് ഉറങ്ങണ സമയത്ത് ആദർശന്റെ കുഞ്ഞുണ്ടാകുന്നത്. ഇനിയിപ്പോ ദേവേനിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരിക്കും. ഹണിമൂണൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് നയനം ഗർഭിണിയാണ്, ഒരു കുഞ്ഞു വേണം എന്നൊരു ചിന്ത ദേവേന്റെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് അവരോട് തുറന്നു പറയാൻ പറ്റത്തില്ലല്ലോ. സ്വപ്നമാണോ അല്ലാത്തതാണോ നടത്തില്ല. സ്വപ്നമല്ല, ആകാതിരിക്കട്ടെ, ഒറിജിനലായിട്ട് സംഭവിക്കട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.